ഹലോ ഗായ്സ്, ഇന്നൊരു സ്വിമ്മിങ് വ്ലോഗാണ് കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും നീന്തം തീരെ വശമില്ലാത്തൊരു സംഭവമാണ്. ഹസ്ബൻഡ് കുറേയായി നീന്തം പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ റിസോർട്ടിലൊക്കെ പോയാൽ നമുക്ക് സ്വിമ്മിങ് അവിടെ പൂളുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിമ്മ് ചെയ്യാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ സൈഡിൽ മാറിയിരിക്കുന്നവർ ഒരു ഭയങ്കര വിഷമമില്ലേ, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. പിന്നെ പഠിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെയാണ് നമ്മൾ റീലൊക്കെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാം, സ്വിമ്മിങ് പഠിച്ചെടുക്കുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് റീലിൽ ഈ ഒരു സ്ഥലം കാണുന്നത്, സ്നേഹപ്രഭ സ്വിമ്മിങ് അക്കാദമി. നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. കാണാത്തവർക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നപാട് തന്നെ അവിടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി. ഞാൻ എടുക്കുന്നില്ലായിരുന്നു, ഹസ്ബൻഡ് മാത്രമായിരുന്നു നീന്തത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നത്. ഒരാൾക്ക് 2000 റുപ്പീസാണ് വരുന്നത്. രാവിലത്തെ പിന്നെ 10 മണിക്ക് ചായയും ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തെ ചായ ഇതെല്ലാം ഉൾപ്പെടും കേട്ടോ. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് ഇതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഈ ഡ്രസ്സും പിന്നെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വാം അപ്പ് സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ നേരെ പൂളിലേക്ക് ഇറക്കുകയാണ്. ഹസ്ബൻഡിനെന്ന് വെച്ചാൽ വെള്ളം ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലുള്ള ആളായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളത്തിൽ നല്ലോണം മുങ്ങുന്നുണ്ട്. ആദ്യം ഇവരെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബ്രെത്ത് കൺട്രോൾ, എങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് എത്രത്തോളം നമുക്ക് ശ്വാസം പിടിച്ച് നിന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം തന്നെ അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ അത് പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഒറ്റ ദിവസം കൊണ്ടൊക്കെ എങ്ങനെ നമുക്ക് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുമെന്ന്. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആ റെഡ് ടീഷർട്ട് ഇട്ടിട്ടുള്ള പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ വെള്ളം ഭയങ്കര പേടിയുള്ള ആളാണ്. ഇപ്പം നോക്കിയേ, ഒരു 2 മണിക്കൂറിൽ 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് മൂപ്പര് ഈ വെള്ളമായിട്ട് സെറ്റായി. ഇപ്പം ദേ കണ്ടോ മലന്ന് കിടക്കുന്നത്. അങ്ങനെ നല്ലോണം മലന്ന് കിടക്കുകയൊക്കെ ചെയ്തു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. ഇവിടുത്തെ ആ അമ്മ അല്ലേ പ്രഭേച്ചി, അവർ കുറച്ച് പ്രായമുള്ള ആളാണ്. അവരാണത് പഠിപ്പിക്കുന്ന മെയിൻ ആൾ. പിന്നെ ഒരുപാട് പിന്നെ ട്രെയിനേഴ്സും ഉണ്ട്. നല്ല കമ്മ്യൂണിക്കേഷനാണ് എല്ലാവരുമായിട്ട്. നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഇവിടെ നിൽക്കുന്ന പല ഏജിലുള്ള ആൾക്കാർ, ഇവിടെ ഏജ് ഒരു വിഷയമേ അല്ല, ഏത് ഏജിലും നമുക്ക് നീന്തം പഠിക്കാമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സ്ഥലം വരുന്നത് കോഴിക്കോട് വെള്ളാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഈ ലാസ്റ്റ് ഇവിടെ ഒരു മെഡലൊക്കെ കൊടുത്തു കേട്ടോ. അവരുടെ നമ്പർ അടങ്ങിയിട്ടുള്ള ബോർഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.